നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും പേരിൽ വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി മുളയൻകാവ് സ്വദേശി ആനന്ദിനെ തെളിവെടുപ്പിനായി മുളയൻകാവിലെ വീട്ടിലെത്തിച്ചു. കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രതിയുമായി പോലീസ് സംഘം എത്തിയത്. മുഖ്യമന്ത്രിയുടെയും മറ്റും പേരിൽ വ്യാജരേഖകൾ ചമച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി മുളയൻകാവ് സ്വദേശി ആനന്ദിനെ ഈ മാസം 19-നാണ് പട്ടാമ്പി SHO BK പത്മരാജന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മുതുര സ്വദേശി കിഷോറിന്റെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു അറസ്റ്റ്. പല തവണകളിലായി ആനന്ദ് കിഷോറിൽ നിന്നും 61 ലക്ഷം രൂപ വാങ്ങിയെന്നും തിരികെ ചോദിച്ച സമയം സർക്കാരിൽ നിന്നും തനിക്ക് 64 കോടി രൂപ ലഭിക്കാനുണ്ടെന്നും മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പിട്ടതായുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. തുടർന്ന് സംശയം തോന്നിയ കിഷോർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. തുടർന്ന് പട്ടാമ്പി CI PK പത്മരാജന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ആനന്ദിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് പാലക്കാട് DYSP ശശികുമാറിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആനന്ദിനെ മുളയൻകാവിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഇവിടെ നിന്നും വ്യാജരേഖകൾ നിർമ്മിക്കുവാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റു തെളിവുകളും പോലീസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ഇതിനു പുറമെ ലാമിനേഷൻ ഉപകരണം, പെൻഡ്രൈവ്, പ്രിന്റർ തുടങ്ങിയവയും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. എഴുത്തു ലോട്ടറി തൃത്താലയിൽ 3 യുവാക്കൾ പിടിയിൽ. പോലീസ് നടത്തിയ പരിശോധനയിൽ പണവും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. തൃത്താലയിൽ എഴുത്തു ലോട്ടറി മാഫിയക്കെതിരെ പോലീസ് വ്യാഴാഴ്ച വൈകുന്നേരം മുതലാണ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ 3 യുവാക്കൾ പിടിയിലായി. മേഴത്തൂർ വൈദ്യമഠം ഒറ്റപ്പള്ളിയാലിൽ സിറാജുദ്ദീൻ, നടുവട്ടം തെക്കേപ്പുറത്ത് പ്രവീൺ, നടുവട്ടം പാറയ്ക്കൽ ലാലുപ്രസാദ് എന്നിവരെയാണ് എഴുത്തു ലോട്ടറി കൈകാര്യം ചെയ്തതിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മേഴത്തൂർ സെന്ററിലും പുല്ലാനിക്കാവിന് സമീപമുള്ള കടകളിലുമാണ് രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത്. വൈദ്യമഠം സെന്ററിനു സമീപം കോടനാട്ടെ സലൂണിൽ വെച്ചാണ് സിറാജുദ്ദീൻ പിടിയിലായത്. മറ്റു 2 പേരെ മേഴത്തൂർ സെന്ററിൽ നിന്നാണ് പിടികൂടിയത്. യുവാക്കളുടെ മൊബൈൽ ഫോണിൽ നിന്ന് എഴുത്തു ലോട്ടറി നമ്പറുകളും മറ്റു രേഖകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 2 ഇടങ്ങളിൽ നിന്നായി 11,500 രൂപയും പോലീസ് പിടിച്ചെടുത്തു. മൂവരെയും ലോട്ടറി ആക്ട് പ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ ഹാജരാക്കി. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകളിൽ സമ്മാനം നേടാൻ സാധ്യതയുള്ള നമ്പറുകൾ മുൻകൂട്ടി ഊഹിച്ച് എഴുതുന്നതാണ് എഴുത്തു ലോട്ടറി മാഫിയയുടെ രീതി. തൃത്താല SHO TV സജിത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. CCTV ന്യൂസ് തൃത്താല. തൃത്താല മാട്ടായ സ്വദേശിയായ യുവാവിനെ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാട്ടായ തത്തൂത്ത് വീട്ടിൽ വിജയലക്ഷ്മിയുടെ മകൻ ദേവവൃതനാണ് മരിച്ചത്. ജനുവരി 25-ന് കോഴിക്കോട് നിന്നും ദുബായിലേക്ക് 2 മാസത്തെ വിസിറ്റിംഗ് വിസ കാലാവധിയിൽ പോയതായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും യുവാവിനെ കുറിച്ച് വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ദുബായിലെ വ്യാപാര സ്ഥാപനത്തിനു മുന്നിൽ ദേവവൃതനെ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. മരണകാരണത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. മൃതദേഹം വെള്ളിയാഴ്ച രാത്രിയോടെ നാട്ടിലെത്തിക്കും. 31ാമത് തൃത്താല ഡിവിഷൻ സാഹിത്യോത്സവ് മാട്ടായയിൽ സമാപിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യോത്സവിന്റെ ഭാഗമായി നടന്ന ആത്മീയം, സാഹിത്യം, സാംസ്കാരികം സെഷനുകളിൽ SSF ഇന്ത്യ സെക്രട്ടറി CN ജാഫർ സാദിഖ്, SSF കേരള സെക്രട്ടറി അനസ് അമാനി പുഷ്പഗിരി എന്നിവർ സംസാരിച്ചു. 8 സെക്ടറുകളിൽ നിന്നും വിവിധ ക്യാമ്പസുകളിൽ നിന്നുമായി 600ഓളം പ്രതിഭകൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചു. പട്ടിത്തറ, അങ്ങാടി, കുമരനെല്ലൂർ സെക്ടറുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. കലാപ്രതിഭയായി അനസ് TM കുമരനെല്ലൂർ, സർഗപ്രതിഭയായി ഹാഷിർ C പട്ടിത്തറ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. സമാപന സംഗമം കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് സാദി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അലി അബ്ബാസ് തങ്ങൾ, ഹൈദർ മുസ്ലിയാർ, റഷീദ് ബാഖവി പാലത്തറ, കബീർ അൽസനി, കരീം സഖാഫി, ഖാദർ പുളിക്കൽ, CM ഉമർ, അഷ്റഫ് അൽസനി, ജലീൽ അൽസനി, റിയാസ് CP, സിദ്ദിഖ് മാസ്റ്റർ, ഷറഫുദ്ദീൻ ബുഖാരി, മഹമ്മൂദ് നുസ്രി, ഉനൈസ് അദനി എന്നിവർ പങ്കെടുത്തു. UAE KMCC തൃത്താല മണ്ഡലം സമാഗമം 2024 തൃത്താലയിൽ നടന്നു. തൃത്താല BK കടവ് റോഡിലെ KMK ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് അപൂർവ സൗഹൃദ സംഗമം നടന്നത്. ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കായി നാട്ടിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനമായും മറ്റു വിവിധ റിലീഫ് സെന്ററുകളുമായും കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ സഹകരിച്ചു പ്രവർത്തിച്ചു വരുന്ന പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ സംഘടനയാണ് KMCC.
സംഘടനയുടെ UAE-യിൽ പ്രവർത്തിച്ചിരുന്ന തൃത്താല മണ്ഡലത്തിലെ പൂർവ്വകാല പ്രവർത്തകരും ഇപ്പോൾ നാട്ടിൽ അവധിക്ക് വന്ന പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി തൃത്താലയിൽ ഒത്തുകൂടി. UAE KMCC-യുടെ സ്ഥാപക നേതാവും പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ CVM വാണിമേൽ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. മുൻ ദുബായ് KMCC സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് PV ബീരാവുണ്ണി തൃത്താല അധ്യക്ഷനായി. SMK തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മർ തട്ടത്താഴത്ത് സ്വാഗതം പറഞ്ഞു. മുസ്തഫ മൗലവി, KV മുഹമ്മദ്, അഷ്റഫ് കോഴിക്കര, അലി കുമരനെല്ലൂർ, ജമാൽ കോഴിക്കര, ബാവ തോട്ടത്തിൽ, മെഹറൂ കോഴിക്കര, മൊയ്തീൻകുട്ടി കൂറ്റനാട്, യാസിർ കോഴിക്കര തുടങ്ങിയവർ സംസാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ മഹത്വമായ തത്വത്തെ ഭൗതിക രാഷ്ട്രനിർമ്മിതമായ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു മുസ്ലിമായ നിലയ്ക്ക് നമ്മൾ ദൗത്യം ഇസ്ലാമിക വീക്ഷണത്തിൽ ഇസ്ലാമിക ദൗത്യം തന്നെയാണ്. അത് ഇബാദത്തിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ കൂടി ഇബാദത്തിന്റെ വഴിയാണ്. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ സംഗീത ചേനമ്പുള്ളി ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലാണ് ശാസ്ത്ര ക്ലബ്ബുകളുടെ സ്കൂൾ തല ഉദ്ഘാടനം നടന്നത്. ഡോക്ടർ സംഗീത ചേനമ്പുള്ളി ക്ലബ്ബുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ചുറ്റുപാട് നോക്കിക്കൊണ്ടാണ് സയൻസ് പഠിച്ചു തുടങ്ങുന്നത് അല്ലേ? നിങ്ങളിപ്പോൾ EVS പഠിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് EVS കഴിഞ്ഞ് 5ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് ബേസിക് സയൻസ് ആയി. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് സയൻസിൽ പഠിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അല്ലേ? ഇപ്പോൾ എങ്ങനെയാണ് കുറച്ചൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കും എങ്ങനെയാണ് മഴവില്ലുണ്ടാകുന്നത്, എങ്ങനെയാണ് കാറ്റ് വീശുന്നത്, എന്തുകൊണ്ടാണ് കാറ്റ് വീശുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഊർജ്ജം എന്ന് പറയുന്ന ചാപ്റ്റർ അടുത്ത ഊർജ്ജം എന്ന് പറയുന്ന ഒരു അധ്യായം നിങ്ങൾക്ക് അടുത്ത ഭാഗത്ത് വരാനുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് ഈ കാറ്റ് വീശുന്നത് ഇതൊക്കെ ഊർജ്ജം കൊണ്ടാണ് എന്നൊക്കെ മനസ്സിലാവും. അതേപോലെ എങ്ങനെയാണ് വീട്ടിൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. നിങ്ങൾ പുസ്തകങ്ങളിൽ അതന്നെയാണ് പഠിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാടുള്ളപ്പോൾ 3ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലാണെങ്കിൽ പൂക്കളെക്കുറിച്ച്, ഇലകളെക്കുറിച്ച്, ചെടികളെക്കുറിച്ച്, ചെടികളിൽ നിന്ന് എങ്ങനെ പുതിയ തൈകൾ ഉണ്ടാകുന്നു അതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ സയൻസിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ചുറ്റുപാടുകളെ നിരീക്ഷിച്ചുകൊണ്ട് ആളുകൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ PT മൊയ്തീൻകുട്ടി, സ്റ്റാഫ് സെക്രട്ടറി PM കൃഷ്ണൻ, SRG കൺവീനർ K ബിന്ദു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കൂറ്റനാട് മല റോഡിൽ പ്രവർത്തിക്കുന്ന തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും പുതിയ കോഴ്സുകൾ അനുവദിക്കാത്ത സർക്കാർ നടപടിയിലും പ്രതിഷേധിച്ച വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടാവാത്ത സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഹിവാഗ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലാണ് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനിരത്തി പഠിപ്പ് മുടക്കി പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളേന്തി കോളേജ് പരിസരം മുതൽ മല റോഡ് സെന്റർ വരെ വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിലേക്കുള്ള റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുകയാണ്. പാത ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. കോളേജ് ആരംഭിച്ച മുതലുള്ള ഈ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. അതേസമയം റോഡിന് ആവശ്യമായ സ്ഥലം വിട്ടുകിട്ടാൻ നേരിട്ട കാലതാമസമാണ് റോഡ് നിർമ്മാണം വൈകാനിടയാക്കിയതെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് നിർമ്മാണ ജോലികൾ ആരംഭിക്കുമെന്നും മന്ത്രി MB രാജേഷിന്റെ ഓഫീസ് പ്രതികരിച്ചു. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ഹാദിഖ്, ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അജ്മൽ, മാഗസിൻ എഡിറ്റർ ബാസില ബിൻസി, ആർട്ട് സെക്രട്ടറി നസറുദ്ദീൻ, വിവിധ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. നല്ല റോഡ് ഞങ്ങൾക്കില്ല. എന്തൊരു ദുരിതം സർക്കാർ. CCTV ന്യൂസ് തൃത്താല. ചങ്ങരംകുളം കല്ലൂർമയിൽ 14 വയസ്സുകാരനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലൂർമ തയ്യത്ത് താമസിക്കുന്ന തലേക്കര വീട്ടിൽ മണികണ്ഠന്റെ മകൻ 14 വയസ്സുള്ള നിബിലിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അച്ഛനും അമ്മയും ഡോക്ടറെ കാണാൻ പോയ സമയത്താണ് സംഭവം. പുറത്തായിരുന്ന മൂത്ത സഹോദരൻ വീട്ടിൽ വന്നപ്പോഴാണ് നിബിലിനെ തൂങ്ങിയ നിലയിൽ കണ്ടത്. വീടിനകത്ത് ഷാളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ നിബിലിനെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മൂക്കുതല ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.
കേന്ദ്ര ബജറ്റിൽ കേരളത്തിലെ വികസന പദ്ധതികൾക്ക് പണം അനുവദിക്കാതെയുള്ള കൊടിയ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാഗലശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിങ്ങോട് പ്രതിഷേധ സദസ്സ് നടത്തി. കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം പ്രതിഷേധ സൂചകമായി തപാലിൽ അയച്ചു. പെരിങ്ങോട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സദസ്സ് DCC ജനറൽ സെക്രട്ടറി P. മാധവദാസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K. ജിംഷാദ് മൂളിപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. KPM ഷെരീഫ്, സലിം പെരിങ്ങോട്, നൌഫൽ, രവി മാരാത്ത്, A. മുജീബ്, PU ഫാരിസ്, P. പ്രണവ്, K. ഉമ്മർ, PS അബ്ഷർ, PV അലി, ബാഷിർ, സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് ലോക്സഭയിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കേരള സംസ്ഥാനത്തോട് അങ്ങേയറ്റത്തെ അവഗണന കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഈ ഗവൺമെന്റിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഭാഷയിൽ ഈ ഇന്ത്യൻ പാർലമെന്റിൽ 2 ദിവസങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിശക്തിമത്തായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധ സമരം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.